പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് റോഡുകൾ നമ്മൾ വീടിന് മുറ്റത്ത് നമ്മൾ ചെടി വെച്ച് പിടിപ്പിക്കാൻ തയ്യാറാകുക. ഏ അതുപോലെ തന്നെ നിങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡിൽ ചെടി വെക്കേണ്ട കാര്യമില്ല. പൊതുമരാമത്ത് റോഡിൻ്റെ നിങ്ങൾ ഒരു കൃഷി ഇറക്കേണ്ട കാര്യമില്ല. പച്ചക്കറി കൃഷി നടുന്നതും അതും പൊതുമരാമത്ത് വകുപ്പ് റോഡിൻ്റെ പരിസരത്തോ അതിൻ്റെ പിന്നെ സൈഡിലോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മുടെ പട്ടയം കരമടയ്ക്കുന്ന നമ്മുടെ പുരയിടത്തിൽ കൃഷി ചെയ്യുക. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ നമ്മൾ പലയിടത്തും കാണുന്ന ഒരു സമ്പ്രദായം, പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് എവിടെയുണ്ടോ ആ റോഡിൻ്റെ സൈഡിലോട്ട് ചെന്ന് കുറേ കൃഷി ഇറക്കുക, പച്ചക്കറി കൃഷി ചെയ്യുക, ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതായത് ഏക്കർ കണക്കിന് ഭൂമിയുള്ളവർ പോലും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്പ്രദായത്തിനും ഈ ഒരു നമ്മുടെ ഒരു ചിന്താഗതിക്കും മാറ്റം വരണം. എങ്കിലും നാട് നമുക്ക് പൊതുവായിട്ട് തന്നെ നമ്മൾ കരുതുക. ഇത് നമുക്കുള്ളതല്ല, ഇത് സർക്കാരിൻ്റെയാണ്, മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണെന്ന് നമ്മൾ കരുതണം. ആ ഒരു ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അറിയോ, ഇത് ഞാൻ കാണിക്കുന്നത് മല്ലപ്പള്ളി ചുങ്കപ്പാറ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ്. ഞാൻ സ്ഥലത്തിൻ്റെ ഒന്നും പേര് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരും എന്ത് ചെയ്യുന്നോ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ അത് പ്രത്യേകിച്ച് VW റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ചെടി വെക്കുക, കൃഷി ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും അവിടെ അല്ല. സ്വന്തം പുരയിടത്തിലോ സ്വന്തം സ്ഥലത്തോ സ്വന്തം വീടിൻ്റെ മുറ്റത്തോ അവർ ചെയ്യാൻ തയ്യാറല്ല. അവർ സർക്കാർ കോടിക്കണക്കിന് രൂപ നമ്മൾ സർക്കാർ മുടക്കി VW റോഡിൻ്റെ അതായത് ഓടകൾ നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ കോൺക്രീറ്റ് നിർമ്മിക്കും. ഇതിൻ്റെ ഇടയ്ക്കാണ് കൊണ്ടുവെക്കുന്നത്. ഈ ഒരു സമ്പ്രദായം നമുക്ക് മാറ്റണം. പൊതുവായിട്ടുള്ള ചിന്താഗതി നമുക്ക് മാറണം. നമ്മൾ ഓരോ ഹൈവേകളിലും മറ്റുള്ള ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അനുവദനീയമല്ല. ഇതൊക്കെ റോങ് ആണ്. കാരണം എന്നറിയാമോ, ഒരു റോഡിലും ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു കൃഷി സ്ഥലങ്ങളും ഇറക്കുവാൻ നിയമമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുന്നന്താനം പഞ്ചായത്താണെന്ന് തോന്നുന്നു, പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനം പഞ്ചായത്താണ് ഒരു കർശനമായ ഒരു നിയമം തന്നെ അവർ ഇറക്കി. അതായത് അടിയന്തരമായിട്ട് പഞ്ചായത്ത് റോഡുകളുടെയും അതുപോലെ തന്നെ മെയിൻ റോഡുകളുടെ VW റോഡിൻ്റെയും പരിസരത്ത് നിൽക്കുന്ന ചെടികൾ എത്രയും പെട്ടെന്ന് ആൾക്കാർ പിഴുതു മാറ്റുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞ്, എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരാഴ്ച പോലും ആയിട്ടില്ല. ഇത്തരം നടപടികൾ പഞ്ചായത്തും VW അടിയന്തരമായി നടപടി കൊണ്ടുവരണം. ഇത്തരക്കാർക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ ചുങ്കപ്പാറ ആവശ്യപ്പെടുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു.